ഒരു കൊച്ചു കഥ പറയാം. ഇതൊരു ആപ്പിളിൻ്റെ കഥയാണ്. ആപ്പിള് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ. ഒരു വീട്ടിലേക്ക് ഒരച്ഛൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്കും, ഒരു മോളാണുള്ളത്, കുട്ടിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, കുട്ടിയുടെ അമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. നമ്മളിൽ പലരുടെയും വീട്ടിൽ അങ്ങനെ ഉണ്ടാവാം, ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഉണ്ടാകാം, എന്നും ഉണ്ടാവാം, അല്ലേ? നമ്മുടെ അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരും. പഴം പൊരിച്ചത്, ഉണ്ടക്ക, അല്ലെങ്കിൽ റൊട്ടി, പല സാധനം, ഇലയട, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, അല്ലെങ്കിൽ ലഡു, അല്ലെ പഴങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അമ്മയും നമ്മൾ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഒക്കെ ഉണ്ടാവും. ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഞാൻ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ, ഈ കുടുംബത്തിലേക്ക് ഒരാപ്പിളാണ് കൊണ്ടുപോകുന്നത്. ഈ അച്ഛൻ ഒരു ദിവസം കൊണ്ടുപോയത് 2 ആപ്പിളായിരുന്നു. എന്താണ് കൊണ്ടുപോയത്? 2 ആപ്പിൾ. അപ്പോൾ വീട്ടിൻ്റെ വാതിക്കൽ തന്നെ അച്ഛൻ്റെ വരവും കാത്ത് അമ്മയും കുഞ്ഞ്, ഒരു 5-6-7 വയസ്സുള്ള ഒരു കുഞ്ഞും ഒരു മോള് കാത്തു നിന്നു. അച്ഛൻ പതിവ് പോലെ എത്തിയപാട് അച്ഛൻ്റെ ബാഗിൽ നിന്ന് ഈ കുഞ്ഞ് ആപ്പിൾ ഇങ്ങെടുത്ത്, 2 ആപ്പിളും. അപ്പോൾ അമ്മയ്ക്കൊരു വിഷമം വന്നു. 2 ആപ്പിൾ കൊണ്ടുവന്നിട്ട് കുഞ്ഞ് 2 മോളെടുത്തല്ലോ, എനിക്കൊന്നും തന്നില്ലല്ലോ എന്നുള്ള ഒരു ചെറിയ വിഷമം ആർക്ക് വന്നു? അമ്മയ്ക്ക് തോന്നി. പക്ഷേ അത് പുറത്ത് കാണിച്ചില്ല. അമ്മമാരാരും എന്ത് വേദനയുണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടി എന്ത് വേദന വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാകുന്നവരാണ് അമ്മമാർ, അല്ലേ? അപ്പോൾ ഈ കുഞ്ഞ് 2 ആപ്പിൾ എടുത്തിട്ടും ആ അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മ ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി, അച്ഛനും പോയി. കുറച്ച് കഴിഞ്ഞപാടെ ഈ കുഞ്ഞ് ഈ ആപ്പിൾ 2 അങ്ങ് കടിച്ചു. 2 ആപ്പിളും ഓരോന്നും മാറി മാറി ഇങ്ങനെ കടിച്ചിട്ട് ഒരാപ്പിൾ അമ്മയ്ക്ക് വെച്ച് നീട്ടി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ, ഈ ആപ്പിളാണ് അമ്മയ്ക്ക് നല്ലത്, ഇതിനാണ് ഏറ്റവും കൂടുതൽ മധുരമെന്ന്. ഈ ആപ്പിള് ഏറ്റവും കൂടുതൽ മധുരമുള്ള ആപ്പിളാണ്, ഇത് അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു നോക്കി. ആപ്പിള് അമ്മയ്ക്ക്, ഏറ്റവും മധുരമുള്ള ആപ്പിൾ ആർക്കാണ്? അമ്മയ്ക്കാണ്. ഈ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരെയാണ്? 2 പേർക്ക് വേണ്ടി 2 ആപ്പിൾ കൊണ്ടുവന്ന, കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവരുന്ന ആ അച്ഛനെയാണോ? 2 ആപ്പിൾ 2 പേർക്കും കൊണ്ടുവന്നു. അമ്മയ്ക്ക് അത് കിട്ടിയില്ല എന്നുള്ള സങ്കടം ഉണ്ടായിട്ടും എൻ്റെ കുഞ്ഞെടുത്തോട്ടെ എന്ന് വിചാരിച്ച അമ്മയെക്കുറിച്ചാണോ? ഞങ്ങൾക്ക് അച്ഛൻ കൊണ്ടുവന്നതിൽ ഏറ്റവും മധുരമുള്ളത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ കുഞ്ഞിനോടാണോ? ആയിക്കോട്ടെ. 15 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്കൂൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, നിയമം. ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 32 വർഷമായി. അതിൻ്റെ ഒരു 15 വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അന്ന് മുരളിയൊക്കെ ഉള്ളതിന് മുമ്പാണ്. വീണ്ടും ഈ സ്കൂളിൽ വരാനും നിങ്ങളെ നല്ല ഭാവിയുള്ള, നല്ല അനുസരണയുള്ള, ചുറുചുറുക്കുള്ള, മിടുക്കന്മാരായി ഈ പ്രദേശത്തുള്ള നല്ലവരായി നിങ്ങളെ കാണുവാനും എനിക്കറിയുന്ന 2 കാര്യം, 2-3 കാര്യം നിങ്ങൾക്ക് ചുരുങ്ങിയ 45 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തരുവാനും ദൈവം വീണ്ടും എനിക്ക് അവസരം തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒരു കാര്യത്തിലേക്ക് വരാം. ആ കഥയുടെ ഉത്തരം ക്ലാസ് കഴിയുമ്പോഴോ പിന്നീടോ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ? LLBക്ക് പഠിക്കുന്ന സമയത്ത് ഈ ചേർന്നു. 2ാമത്തെ ദിവസം കുറച്ച് സീനിയേഴ്സ് വരുവാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ. അട്ട എന്ന് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഉപ്പിനകത്ത് അട്ട കയറിയോ? സാധാരണ ഉപ്പ് എന്ന് പറയുന്നതിനകത്ത് പുഴുക്കൾ, അട്ട കയറാറില്ല. കയറുമോ? ചത്തുപോകും. നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്ന അതിനാണ്, കീടങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുന്നില്ലേ? അവർ നമ്മളെ ബെഡിൽ അങ്ങ് ഇരുന്നു. നമ്മളെല്ലാം അങ്ങോട്ട് മാറ്റി നിർത്തി. 4-5 പേരാണ് റൂമിലുള്ളത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു പയ്യന്നൂർ. എൻ്റെ ഊഴമായി എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പയ്യന്നൂർ. ഓ, പയ്യന്നൂർ നാടിൻ്റെ പേര് കളയാൻ വേണ്ടി നീ വന്നിരിക്കുന്നു ഇങ്ങോട്ട്? എടാ, എൻ്റെ നാട് പയ്യന്നൂരാ. നിന്നോടൊക്കെ ആര് പറഞ്ഞു ഇവിടെ വരാൻ? ആദ്യത്തെ ചോദ്യമാണ്. പയ്യന്നൂർ നാടിൻ്റെ പേര് കളയാൻ ഈ നാട്ടിലേക്ക് നീ എന്നോട് ചോദിക്കാതെ വന്നോ? പിന്നീട് അയാളുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ വന്നു. നമ്മളോട് പറഞ്ഞു, നിനക്ക് നീന്താൻ അറിയുമോ? ഞാൻ പറഞ്ഞറിയാം. എന്നാൽ ഒരു 2 തുള്ളി വെള്ളം അടുത്തേക്ക് ഒഴിച്ചു, നീന്തിക്കോ. ഞാൻ അവിടെ നോക്കി നിന്ന്, ഈല് നീന്തല. അപ്പം എന്നെ പേടിപ്പിച്ചു. എന്താ നീ വിചാരിച്ചത്? നീയല്ലേ അറിയുമെന്ന് പറഞ്ഞത്? ഞാൻ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഇവരെടുക്ക പോയി കസേരമേൽ ഇരിക്കാൻ പോയി. ടീച്ചർ എടുക്കുക ഇങ്ങനെ ഇരിക്കാൻ. അങ്ങോട്ട് മാറിയിട്ട് അവിടെ ഇരിക്കുന്നു. അവിടെ കസേരയുണ്ടോ? ഇങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു. അപ്പോൾ വേറെ 2-3 ചേട്ടന്മാർ വന്നു. പൈസ എല്ലാം കൊടുത്തിട്ടുണ്ടാവില്ലേ? പയ്യന്നൂരാരെല്ലാം വലിയ പൈസക്കാരാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കർഷകൻ്റെ മോനാണ്, മൂത്ത എല്ലാം എടുത്തു.
അവർ പോയി. വേറൊരു ടീം കുറച്ച് കഴിഞ്ഞ് അവിടെ വന്നു. നീ മദ്യം കുടിക്കലുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കുടിക്കലില്ല. ഒരു ലേശം ഒഴിച്ചു വന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. കുടിക്കടാ പറഞ്ഞ് കുറച്ച് നമ്മളോട് പറയാൻ പറ്റാത്ത കുറച്ച് ചീത്തകളും പറഞ്ഞിട്ട് നമ്മളെ കുടിപ്പിച്ചു. അടുത്ത ടീം വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഈ ഉപ്പിനകത്ത് കിടന്നാൽ ഈ അട്ടയ്ക്ക് ശരിയാവില്ല. ഞാൻ ഒരു 7:30-8 മണിയാകുമ്പോൾ 2-3 ആളെ കൂട്ടിയിട്ട് വയലുമേൽ എന്നെ നടന്നു. ഈ കോളേജിൻ്റെ ബാക്കിൽ പറ്റ വയലാണ്. ഇത് 7 മണിക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ വേറെ, 10 മണിയാകുമ്പോൾ വേറെ, ഇങ്ങനെ ടീമുകൾ വരും. അപ്പോൾ അത് സഹിക്കാൻ കഴിയില്ല. നമുക്ക് ഇംഗ്ലീഷ് പറയാനറിയില്ല, കന്നഡ പറയാനറിയില്ല. അപ്പോൾ അവിടെ നിന്നാൽ ശരിയാവില്ല വെച്ച് ഞാനങ്ങ് പതുക്കി. കുറേ കഴിയുമ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ അടുക്കലെത്തി, കന്നഡക്കാരുടെ വീടിൻ്റെ അടുക്കലെത്തി. കുറേ കഴിയുമ്പോൾ ഒരു ടീമായിട്ട് നമ്മളെ പെരുതിയിട്ട് ആൾക്കാർ വരുന്നത്. ഞങ്ങൾ വെറുതെ പറഞ്ഞാലേ, നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞാലേ, നിങ്ങളെ ക്ഷീണം പോകാൻ വേണ്ടി പറഞ്ഞാലേ, നിങ്ങൾ വലിയ ആളാവാൻ വേണ്ടി പറഞ്ഞാലേ, അങ്ങനെയുണ്ട് മക്കളെ എന്നെല്ലാം പറഞ്ഞ് കൂട്ടിയിട്ട് നമ്മളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു. അന്ന് നമുക്ക് പരാതി കൊടുക്കാൻ അറിഞ്ഞുകൂടാ. എന്താ കാരണം? ഇങ്ങനെ പരാതി കൊടുക്കുന്ന നിയമമുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പരാതി കൊടുക്കണമെങ്കിൽ ഓഫീസിൽ പോയിട്ട് എന്തെന്നാ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇപ്പം അതാണോ സ്ഥിതി? റാഗിംഗ് നിരോധന നിയമം വന്നിട്ടുണ്ട് ഇവിടെ. എന്താണ് റാഗിംഗ് നിരോധന നിയമം? എന്താ റാഗിംഗ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉണ്ടായത്. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ഒരു കുട്ടീനെ സീനിയറായ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താ പറയുക? റാഗിംഗ്. അപ്പോൾ പലതരത്തിൽ മാനസികമായിട്ട് നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, മാനസികമായ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു പീഡനമാണ്. മറ്റൊന്ന് സാമ്പത്തികം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ കീശയിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? സാമ്പത്തികമായ ഒരു പീഡനമാണ്. ശാരീരികമായ പീഡനമാണ്. നമുക്ക് അടി കിട്ടുക, ചവിട്ടുക, പിടിക്കുക. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയി, നിങ്ങൾ അറിഞ്ഞില്ലേ? കേട്ടിട്ടില്ലേ? കേരളത്തിൽ ക്രൂരതയും മാനസികവും ക്രൂരവും വേദനാജനവും ഹൃദയസ്പർശിയുമായ സംഭവങ്ങൾ ആരിൽ നിന്ന്? സഹപാഠികളിൽ നിന്ന്. ആരിൽ നിന്നാണ്? നമ്മളെ കൂടെ പഠിക്കുന്ന, ഒപ്പരം പഠിക്കുന്നവരിൽ നിന്ന്. അപ്പം എന്താ? ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ട് സഹപാഠികൾ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതാണ് റാഗിംഗ് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും കാലത്ത് റാഗിങ്ങിന് വിധേയമായിട്ടുണ്ടോ? നിങ്ങളെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? നിങ്ങളെ പൈസ ആരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? +1 ആണോ? എല്ലാവരും. നിങ്ങൾ അടുത്ത വർഷം എന്താവും? അപ്പോൾ +1-ൻ്റെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഒന്ന് പേടിപ്പിച്ചേക്കാന്ന്? ചേട്ടനും ചേച്ചി ആയില്ല ഞങ്ങൾ. 2 വർഷം. എത്രയാ? ജാമ്യമില്ല. ഈ കേസിൻ്റെ സംഭവം എന്താണ്? ജാമ്യം കിട്ടത്തില്ല. മനസ്സിലായി? എന്താ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ? ഒരു തെറ്റ് ചെയ്താൽ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റ് ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ 2 ആൾ ജാമ്യത്തിൽ നമ്മളെ പുറത്തേക്ക് വിടുന്ന, കേസിൻ്റെ വിചാരണ പൂർത്തിയാകുന്നത് വരെ ശിക്ഷ കുറ്റക്കാരനാണ് എന്ന് കാണുന്നത് വരെ പുറത്തേക്ക് വിടുന്നതിനാണ് എന്ത് പറയുന്നത്? എന്താ? അപ്പം എന്താ? ഒരു വിചാരണ നേരിട്ടിട്ട് ഒരു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നത് വരെ ജാമ്യത്തിൽ വിടും. നാളെ ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ട പദങ്ങളാണ്. മനസ്സിലായില്ലേ? ആരെങ്കിലും നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽവക്കക്കാരോ ക്ലബ്ബിലുള്ളവരോ കേസിൽ പെട്ടുപോയി, കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ, അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവരെ പിടിച്ചോണ്ട് പോവുക. അങ്ങനെ പിടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യണം? നമ്മൾ ജാമ്യത്തിന് പോകണം. മനസ്സിലായില്ലേ? പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ 2 ആളെ അന്നേരം കൂട്ടിക്കൊണ്ട് പോയാൽ മതി, ആധാർ കാർഡ് മതി. കോടതിയിലാണെങ്കിൽ കരവടച്ച രസീത് വേണം. എന്താ കരവടച്ച രസീത് എന്ന് പറയുന്നത്? സ്ഥലത്തിൻ്റെ രേഖ വേണം. മനസ്സിലായില്ലേ? എന്നിട്ട് കോടതി കൊടുക്കും. എന്നിട്ട് കേസ് ഇങ്ങനെ നിങ്ങൾക്ക് പൈസ നടത്താൻ ഒരു സൗകര്യം, പൈസ ഇല്ല, കേസിൽ പെട്ടുപോയി, പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കേസ് നടത്താൻ പൈസ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്കും കേസ് വേണ്ടേ? ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യനീതി, തുല്യ അവകാശം, പൈസ ഇല്ലാത്ത പറഞ്ഞിട്ട് കേസ് നടത്താതിരിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ അനത. പാരാലീഗൽ വളണ്ടിയർ, ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ആൾ. എന്താ ജില്ലാ നിയമസേവന അതോറിറ്റി എന്ന് പറയുന്നത്? ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കും പൈസ 2 ലക്ഷം 3 ലക്ഷത്തി രൂപ താഴെ വരുമാനമുള്ളവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും സൗജന്യമായിട്ട് കേസ് നടത്തും. അവിടെ അവർ അപേക്ഷ കൊടുത്താൽ മതി. എല്ലാ പഞ്ചായത്തിലും ഇവർ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം ഇവരുണ്ടാവും, പാരാലീഗൽ വളണ്ടിയർ എന്ന് പറഞ്ഞിട്ട്. ഇവർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ആളാണ്. ഞാൻ അതിൻ്റെ പാനൽ ലോയറാണ്. പാവപ്പെട്ടവർക്ക് കേസ് നടത്തുന്ന ഒരു വക്കീലാണ് ഞാൻ.
മനസ്സിലായില്ലേ? അപ്പം നമ്മളെന്താ, പാവപ്പെട്ടവർക്കും കേസ് നടത്താൻ, തുല്യനീതി ഉറപ്പാക്കാൻ, ഭരണഘടന എല്ലാവർക്കും ഉറപ്പ് നൽകുന്ന, പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ജില്ലാ നിയമസേവന അതോറിറ്റി ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്നു. എവിടെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ജില്ലാ കോടതി എവിടെയാണ്? കാസർഗോഡ്. മക്കളെ എവിടെയാണ്? കാസർഗോഡ്. അപ്പം എന്താ, നമ്മുടെ ജില്ലാ കോടതിയിലാണ് ജില്ലാ നിയമസേവന അതോറിറ്റി പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ജില്ലയിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വയ്ക്കാം, അതിൻ്റെ നേരെ താഴെ കാഞ്ഞങ്ങാട് കോടതികളിലേക്ക് താലൂക്ക് ലീഗൽ സർവീസസ്, താലൂക്ക് ലെവലിൽ ലീഗൽ സർവീസസ് അതോറിറ്റി പോയിട്ട് പരാതി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആടത്തേക്ക് പോകാൻ പറ്റുന്നില്ല, എവിടെ പോവാ? എല്ലാ പഞ്ചായത്തുകളിലും ആഴ്ചയിൽ ഒരു ദിവസം പാരാലീഗൽ വളണ്ടിയറും ഒരു അഭിഭാഷകനും ഉണ്ടാവും. അവിടെ പോയിട്ട് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. എന്തിനല്ല പോകുന്നതാണ്? കുട്ടിക്ക് ചിലവിന് കൊടുക്കുന്നില്ല, ചില കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നു, വേറെ നിങ്ങൾ കുഞ്ഞിക്കും ഭാര്യയ്ക്കും ചിലവിന് കിട്ടണ്ടേ? നമുക്കൊരു കേസ് കൊടുക്കണം. അയൽവക്കത്ത് ആരെങ്കിലും നമ്മളെ ചീത്ത വിളിക്കുന്നു, കേസ് കൊടുക്കണ്ടേ? നടക്കാനുള്ള വഴി ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നു, കേസ് കൊടുക്കണ്ടേ? നമ്മുടെ കുടിവെള്ളം ആരെങ്കിലും മുടക്കുന്നു, കേസ് കൊടുക്കണ്ടേ? നമ്മുടെ വളപ്പിൻ്റെ മുകളിലേക്ക് മരങ്ങൾ നിൽക്കുന്നു, കേസ് കൊടുക്കണ്ടേ? നമ്മളെ വീടിന് ചുറ്റും വല്ലാത്ത കാടുകൾ വളർന്നു നിൽക്കുന്നു, കേസ് കൊടുക്കണ്ടേ? അപ്പോൾ ഇതിനൊന്നും പൈസ ഇല്ലെങ്കിൽ ആരെ സമീപിക്കാം? ജില്ലാ നിയമസേവന അതോറിറ്റീനെ സഹായിക്കാം. അവർ സൗജന്യമായി വക്കീലിനെ അതിനുള്ള സൗകര്യം ചെയ്തു തരും. അപ്പോൾ എന്താ ചെയ്തത്? ജാമ്യം കിട്ടത്തില്ല. ഏതിനാ ജാമ്യം കിട്ടും? നമ്മൾ ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? റാഗിങ് ചെയ്താൽ, മനസ്സിലായില്ലേ? സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒരു കുട്ടീനെ പീഡിപ്പിച്ചാൽ അതിന് റാഗിങ് എന്ന് പറയും. ആ റാഗിങ് ചെയ്താൽ, റാഗിങ് ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടൂല? ജാമ്യം കിട്ടാൻ വിഷമമാണ്, അല്ലേ? ജാമ്യം കിട്ടാൻ വിഷമമാണ്. അപ്പോൾ ഇത് എവിടെ വെച്ചാണ് റാഗിങ് നടക്കുന്നത്? സ്കൂളിൽ വെച്ച്. എവിടെ വെച്ചാണ്? സ്കൂളിൽ വെച്ച്. സ്കൂളിലേക്ക് വരുന്ന വഴിയിലുള്ള വാഹനത്തിൽ വെച്ച്. റാഗിങ്ങിൻ്റെ നിർവചനത്തിൽ വരുന്നതാണ്. ഞാൻ അതിൻ്റെ നിയമമല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ലളിതമായ ഭാഷയിലാണ് പറയുന്നത്. നമുക്കിപ്പോൾ നിയമം പഠിക്കേണ്ട കാര്യമില്ലല്ലോ, ഇല്ല. നിങ്ങൾ വക്കീലന്മാരാകാൻ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പഠിക്കുക. അപ്പോൾ എന്താണ്? സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ വെച്ച്, സ്കൂളിലേക്ക് വരുന്ന വാഹനത്തിൽ വെച്ച്, സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ക്യാൻറ്റീനിൽ വെച്ച്, മരച്ചുവട്ടിൽ വെച്ച്, നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച്, ക്ലാസ് മുറികളിൽ വെച്ച്, ഈ സ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മളെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പീഡിപ്പിച്ചാൽ റാഗിങ് ആയി. മനസ്സിലായോ? അപ്പോൾ റാഗിങ് സംഭവിച്ചാൽ നമ്മൾ ആർക്ക് പരാതി കൊടുക്കണം? നിങ്ങൾ ചെയ്യാൻ പാടില്ല അടുത്ത വർഷം. റാഗിങ് സംഭവിച്ചാൽ ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്? പറഞ്ഞോളൂ. പ്രധാന അധ്യാപികയ്ക്ക് പരാതി കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ പ്രധാന അധ്യാപിക ആ പരാതി ലഭിച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി പോലീസിൽ പരാതി കൊടുക്കണം, സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? എത്ര ദിവസത്തിനുള്ളിലാണ്? 7 ദിവസത്തിനുള്ളിൽ. നമ്മുടെ കേരളത്തിലും പുറത്തുമൊക്കെ വളരെ ക്രൂരമായി പാവപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി പഠിക്കാൻ ചെല്ലുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയമം വളരെ കർശനമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പ്രധാന അധ്യാപികയ്ക്ക് പരാതി കൊടുക്കുന്നു, അല്ലെ അധ്യാപകന് പരാതി കൊടുക്കുന്നു, അല്ലെ പ്രിൻസിപ്പാളിന് പരാതി കൊടുക്കുന്നു. അവർ ഇതിനെക്കുറിച്ച് കോളേജിൽ അന്വേഷണം നടത്തിയിട്ട് വിതിൻ 7 ഡേയ്സ്, 7 ദിവസത്തിനുള്ളിൽ പോലീസിൽ പരാതി കൊടുത്ത് കേസ് എടുക്കണം. മനസ്സിലായോ? ഇനി ഈ അധ്യാപിക, ഈ പ്രധാന അധ്യാപിക ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ അന്വേഷണം നടത്തി കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരുടെ പേരിലും ഇതേ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു റാഗിങ് സ്കൂളിലേക്ക് വരുന്ന വഴി, സ്കൂളിലേക്ക് വരുന്ന വാഹനത്തിൽ വെച്ച്, ക്യാൻറ്റീനിൽ വെച്ച്, സ്കൂൾ മുറിയിൽ വെച്ച്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വെച്ച്, എവിടെയെങ്കിലും വെച്ച് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി നമ്മുടെ സഹപാഠികൾ, നമ്മുടെ മുതിർന്ന കുട്ടികൾ, നമ്മുടെ മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾ നമ്മളെ പീഡിപ്പിച്ചാൽ, ഉപദ്രവിച്ചാൽ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ തീർച്ചയായും അത് റാഗിങ് ആണ്. അത് നമ്മൾ പരാതി കൊടുക്കണം. ആ പരാതിയിൽ അന്വേഷണം 7 ദിവസത്തിനുള്ളിൽ പ്രധാന അധ്യാപിക നടത്തി പോലീസിൽ കൈമാറണം. മനസ്സിലായോ? ഇനി ഇതിപ്പോൾ ഈ റാഗിങ്ങിന് ഇരയാൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ റാഗിങ് നടന്നു എന്നുള്ള കാര്യം ഈ ആൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആര് കൊടുക്കണം? അത് അറിയാവുന്ന, അതിന് ബോധ്യമുള്ള അധ്യാപകർ പരാതി കൊടുക്കണം. സ്കൂളിലെ മറ്റ് കൂടെ പഠിക്കുന്ന സഹപാഠികൾ പരാതി കൊടുക്കണം. അല്ലെങ്കിൽ ആ സ്കൂളിലെ മറ്റ് ജീവനക്കാർക്കും പരാതി കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ചില കേസുകളിൽ എന്ത് ചെയ്യും? കുട്ടി മരണപ്പെട്ടു പോകും. ഇത് അറിയുന്നവരുണ്ടാവില്ലേ? ആ കുട്ടിക്ക് തന്നെ അല്ലെങ്കിൽ ആ ഇരയ്ക്ക് തന്നെയാണ് പരാതി കൊടുക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഒരു റാഗിങ്ങിന് വിധേയമായ ഇരയ്ക്കോ, അതിൻ്റെ രക്ഷിതാക്കൾക്കോ, അല്ലെങ്കിൽ അത് അറിയുന്ന, ഇതിൽ നേരിട്ട് അറിയുന്ന ഏതെങ്കിലും അധ്യാപകർക്കോ, അല്ലെങ്കിൽ ആ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ സഹപാഠികൾക്കോ പരാതി കൊടുക്കാവുന്നതാണ്. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തി ആ കുട്ടിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഈ കേസ് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ, റാഗിംഗ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? 3 വർഷത്തേക്ക് വേറൊരു സ്കൂളിൽ ആ കുട്ടീനെ പഠിപ്പിക്കുന്നില്ല. എത്ര വർഷത്തേക്കാണ്?
3 വർഷക്കാലത്തേക്ക് നമ്മളെ ഉപദ്രവിച്ച ഈ റാഗിങ് ചെയ്ത കുട്ടിയെ മറ്റൊരു സ്ഥാപനത്തിൽ, മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 3 വർഷത്തേക്ക് അഡ്മിഷൻ കൊടുക്കത്തില്ല. മനസ്സിലായില്ലേ? ഇത് അറിഞ്ഞാൽ ഉടനെ തന്നെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. പ്രധാന അധ്യാപിക ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയാൽ ആദ്യം തന്നെ എന്ത് ചെയ്യും? സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്ത കുട്ടീനെ വേറെ ഒരു സ്ഥാപനത്തിൽ 3 വർഷക്കാലത്തേക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കർശനമായ നിയമങ്ങളാണ് റാഗിങ് നിരോധിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ ഇത് നടപ്പിലാക്കണമെങ്കിൽ, ഇത് നമുക്ക് പ്രാബല്യത്തിൽ വരണമെങ്കിൽ നമ്മളെപ്പോലുള്ള എല്ലാവരുടെയും എന്ത് വേണം? സഹകരണവും സഹായവും ഒക്കെ ഇതിനാവശ്യമാണ്, അല്ലേ? എല്ലാവരും ഇത് നമ്മുടെ നിയമത്തെക്കുറിച്ച് ലളിതമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ റാഗിങ് നിരോധന നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ബോധ്യമായോ? മനസ്സിലായില്ലേ? മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി സ്കൂളിൽ വെച്ചോ, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചോ, വാഹനത്തിൽ വെച്ചോ, ക്യാൻറ്റീനിൽ വെച്ചോ, ഗ്രൗണ്ടിൽ വെച്ചോ, സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചോ നമ്മളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ അത് റാഗിങ്ങിൻ്റെ നിർവചനത്തിൽ വരും. നമ്മൾ പരാതി അവിടുത്തെ പ്രധാന അധ്യാപികയ്ക്കോ അവർക്ക് കൊടുക്കണം. അവർ 7 ദിവസത്തിനുള്ളിൽ അത് അന്വേഷണം നടത്തി പോലീസിൽ പരാതി കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ സംഭവം നടന്നാൽ ആ കുട്ടീനെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് അടുത്ത 3 വർഷത്തേക്ക് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസം തുടരുവാനുള്ള അവകാശം ലഭിക്കത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു നിയമമായി. അതിൻ്റെ നിയമമൊന്നും ഞാൻ സെക്ഷൻസ് ഒന്നും പറഞ്ഞില്ല, നമുക്ക് ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ റാഗിങ് വിനോദമല്ല, കുറ്റമാണ്. എന്താണ് അതിൻ്റെ സ്ലോഗൻ? റാഗിങ് വിനോദമല്ല, ശിക്ഷാർഹമാണ്, ഒരു കുറ്റമാണ്, അല്ലേ? ഇനി മറന്നു പോവോ? ഇല്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹബുദ്ധിയ ഉപദേശിച്ചിട്ട് വേണ്ട, നമുക്കത് ചെയ്തുകൂടാ. ഈ കുട്ടിയും ഇവളും ഇവനും നമ്മുടെ സഹോദരിയും സഹോദരനുമാണ്, നമ്മളെപ്പോലെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ്, വിദ്യ തേടി വന്നതാണ്, അവരെ ഉപദ്രവിച്ചു കൂടാ എന്ന് പറയാൻ പറ്റുമോ? പറ്റണം. അടുത്ത നിങ്ങൾ അറിയേണ്ട ഒരു നിയമം ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് പ്രൊഹിബിഷൻ ആക്ട് ആണ്. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട് അല്ലേ? ചൈൽഡ് മാരേജ് പ്രോഹിബിഷൻ ആക്ട് 2006. അതിൻ്റെ പേരെന്താ? ചൈൽഡ് മാരേജ് പ്രോഹിബിഷൻ ആക്ട് 2006. എല്ലാവർക്കും കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം. അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്, അല്ലേ? ഈ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കുകയും ആ വിവാഹ ബന്ധത്തിൽ കുട്ടികളുണ്ടാവുകയും ചെയ്യണം. ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായിട്ട് ആ ബന്ധത്തിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ ജനിക്കുന്ന കുട്ടിക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളും കിട്ടണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും വിവാഹം നിയമപരമായിരിക്കണം എന്ന് പറയുന്നത്. ഈ നിയമം അനുസരിച്ച് ചൈൽഡ് മാരേജ് പ്രോഹിബിഷൻ ആക്ട് 2006 പ്രകാരം 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയും, ആൺകുട്ടിയുടെ വയസ്സ് എത്ര? 21 വയസ്സ് അല്ലേ? 21 വയസ്സ് ആകാൻ വേണ്ടി ആൺകുട്ടികളും 18 വയസ്സ് തികയാൻ പെൺകുട്ടികളും കാത്തിരിക്കും. അപ്പോൾ എത്രാമത്തെ വയസ്സിലെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ? അല്ലാതെ കല്യാണം കഴിച്ചാൽ, പെൺകുട്ടിക്ക് 18 വയസ്സാകാതെ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? പോക്സോ നിയമപ്രകാരം ഈ കഴിക്കുന്ന ചെക്കൻ അകത്തു പോകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ? അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഉന്നതികളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്, അല്ലേ? ഉണ്ടാകുമ്പോൾ ആ വിവാഹത്തിന് നിയമസാധ്യതയുണ്ടോ? അതായത് പെൺകുട്ടിക്ക് 18 വയസ്സും ആൺകുട്ടിക്ക് 21 വയസ്സും പൂർത്തിയാകാതെ നടക്കുന്ന വിവാഹത്തിന് നിയമസാധ്യതയുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലേ? അതിലുണ്ടാകുന്ന ഒരു കുട്ടിക്ക് നിയമസാധ്യതയുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ച് ആ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടിക്ക് നിയമസാധ്യത കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിവാഹം ചെയ്യുന്നത്, നിയമപരമാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ നിയമപരമല്ലാത്ത ചൈൽഡ് മാരേജിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് നിയമസാധ്യതയുണ്ടോ? ഉണ്ട്. ആ കുട്ടിയുടെ തെറ്റ് കാരണമല്ല അങ്ങനെ സംഭവിക്കുന്നത്. ആ കുട്ടിക്ക് ഇവിടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ഇനി ഇങ്ങനെ ഒരു കല്യാണം നടന്നു എന്ന് വിചാരിക്കുക.
അത് റദ്ദ് ചെയ്യണം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ പ്രായക്കുറവ് കൊണ്ട് എനിക്ക് 18 വയസ്സാകുന്നതിന് മുമ്പ്, എനിക്ക് 21 വയസ്സാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വിവാഹം നടന്നു, എനിക്കത് റദ്ദ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം 2 വർഷത്തിനുള്ളിൽ ജില്ലാ കോടതിയെ സമീപിച്ചാൽ ആ വിവാഹം റദ്ദ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എപ്പം മുതലാ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹം കഴിച്ച് പ്രായപൂർത്തിയാകുന്ന സമയം മുതൽ 2 വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? റദ്ദ് ചെയ്യാനുള്ള കേസ് ഫയൽ ചെയ്തിരിക്കണം. എവിടെ? ജില്ലാ കോടതി. ഇനി ആയിക്കോട്ടെ, ഈ കല്യാണം അങ്ങ് നടന്നുപോയി, ഇത് വോയിഡാണ് എന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നിയമസാധ്യത ഇല്ല എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരിക്കലും നിയമസാധ്യതയില്ലാത്ത 2-3 സാഹചര്യങ്ങളുണ്ട്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിക്കുക, കിഡ്നാപ്പിംഗ്, പേടിപ്പിച്ച് കല്യാണം കഴിക്കുക, പ്രലോഭിപ്പിച്ച് കല്യാണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ വിവാഹത്തിന് എന്താണ്? ഒരു നിയമസാധ്യതയും ഇല്ല. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെയുള്ളൊരു കല്യാണം നടത്തി കൊടുത്താലോ? കല്യാണം സാധാരണ നടത്തുമ്പോൾ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും അച്ഛനമ്മമാർ പങ്കെടുക്കൂലേ? പങ്കെടുക്കും. അമ്മാവന്മാർ പങ്കെടുക്കൂലേ? പങ്കെടുക്കും. നാട്ടുകാരും സുഹൃത്തുക്കളും പങ്കെടുക്കൂലേ? പന്തലിടുന്നവർ പങ്കെടുക്കൂലേ? കല്യാണം നടത്തിത്തരുന്ന പള്ളിയിലെ അച്ഛനും നമ്പൂതിരി, പള്ളിയിലെ മൊയ്ലാർക്ക് അവർ പങ്കെടുക്കൂലേ? അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി പങ്കെടുക്കൂലേ? ഇവർക്കെല്ലാം 2 വർഷം വയസ്സാവും. എന്നാ പോട്ട് നമ്മളെ ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞിനെ കല്യാണം നടക്കും, നോക്ക് 17 വയസ്സായിട്ട് വെച്ച് ചോറിനാൻ പോകാൻ പറ്റുമോ? പറ്റൂല. ആടെ ചോറിനാൻ പോയാലും അതിൽ സഹകരിച്ചു എന്നാവൂലേ? അപ്പോൾ വിവാഹം നടത്തുന്നവര്, ബന്ധുക്കള്, പ്രീസ്റ്റ്, മനസ്സിലായില്ലേ, പുരോഹിതന്മാര്, ഇവരെ ഒക്കെ പ്രതിയായി പോകും. ഇനി കല്യാണം കഴിച്ചുപോയി, ചെറുക്കനും വരുമാനമില്ല, നമ്മളെ പെൺകുട്ടികൾക്കും വരുമാനമില്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആര് ചെലവിന് കൊടുക്കണം? ചെറുക്കൻ്റെ വീട്ടുകാർ, ചെറുക്കൻ്റെ അച്ഛൻ ചെലവിന് കൊടുക്കണം. പെണ്ണിന് വരുമാനമില്ല, ചെക്കനും വരുമാനമില്ല, അവർ കല്യാണം കഴിച്ചു, വേണമെങ്കിൽ നോക്കിക്കോ എന്നൊന്നും പറയാൻ പറ്റൂല. പറ്റുമോ? ചെക്കൻ്റെ അച്ഛനും വീട്ടുകാരും എന്ത് ചെയ്തോളണം? ചെലവിന് കൊടുക്കണം. ഇനി ഈ ചെക്കന്മാരെ ഒന്ന് പറ്റിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നണ്ട. 18 വയസ്സ് താഴെയില്ല പെൺകുട്ടിയും ചെക്കന്മാരും തമ്മിൽ പ്രണയത്തിലായാൽ SSLC ബുക്ക് നോക്കണം, ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കണം, എത്ര ദിവസം 18 വയസ്സാവാനുണ്ട് എന്ന് നോക്കണം. 2 ദിവസം ഉള്ളെങ്കിൽ ചെക്കനോട് പറയണം, കാത്തിരിക്കും മോനെ, ഒരു 2 ദിവസം കൂടെ നീ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെ ശിക്ഷിക്കും, ജയിലിൽ പോവും. പോക്സോ കേസിൽ വെറുതെ വിടലുണ്ട് ആരെങ്കിലും? എത്ര കൊല്ലം ശിക്ഷയാണ് കിട്ടുന്നത്? പത്രം വായിച്ചിട്ടില്ലേ? 50, 60, 70, 80, 110, 120 കൊല്ലം എല്ലാം ശിക്ഷ. അപ്പോൾ ആ ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ തീർച്ചയായും 18 വയസ്സ് പെൺകുട്ടികളാകുന്നത് വരെ കാത്തിരിക്കുകയും നല്ല ജോലി കണ്ടെത്തുകയും അച്ഛനും അമ്മയും അധ്യാപകരും കുടുംബവും സമൂഹവും പറയുന്ന നല്ലൊരു വിവാഹം തയ്യാറാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആൺകുട്ടികളും 21 വയസ്സാകുന്നത് വരെ വിവാഹം കഴിക്കാതെ, ജയിലിൽ പോയി കിടക്കാതെ, ജീവിതം നഷ്ടപ്പെടുത്താതെ, ഗുരുനാഥന്മാരും നാട്ടുകാരും സമൂഹവും മാതാപിതാക്കളും ഒക്കെ പറയുന്നത് കേട്ടിട്ട് വിവാഹം നടത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊക്കെ നാളെ പഠിച്ച് വലിയവരാവണം. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് നാളുകൾ ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരുന്നിട്ട് ഈ സമൂഹത്തിന് നന്മ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.